ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ അടിപൊളിയൊരു ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു 800 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇടാം. ഞാനിവിടെ ഒരു വലിയ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു. ഗരം മസാല 1 സ്പൂണോളം, 3/4 സ്പൂണോളം ഇട്ടു. പിന്നെ നമ്മുടെ കുരുമുളക് പൊടി അതും ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേവിക്കാൻ പാകത്തിനുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ, മറ്റേ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൈ കൊണ്ട് നല്ലോണം തിരുമ്പി നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ മിക്സിയിലിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചിട്ട് കുക്കർ ഗ്യാസിലിട്ട് വയ്ക്കുക. എന്നിട്ട് ഞാനൊരു 7 വിസിലോളം വരുത്തി കേട്ടോ. 7 വിസിൽ വരുത്തി. എന്നിട്ട് വെന്തതിന് നമ്മൾ പാനിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുക. ഒരല്പം വെള്ളം ഉണ്ടായിരുന്നു, അത് വറ്റിച്ച് ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ എന്ത് രസമല്ലേ, നല്ല രസമുണ്ട് കാണാൻ. എന്നിട്ട് അതിലേക്ക് ഞാൻ സവാളയും വേപ്പിലയും വറുത്ത് വെച്ചിരുന്നു, അത് അതിലോട്ട് ചേർത്തു. നാളികേരക്കൊത്തുണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ നന്നായിരിക്കും, ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ബീഫ് റോസ്റ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഹസ്ബൻഡ് വരുമ്പോഴേക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇതൊക്കെ. അപ്പോൾ ശരി, ഞാൻ അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ ബൈ.